ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡാർക്ക് വെബിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് ഈ ഡാർക്ക് വെബ്? ഡാർക്ക് വെബ് സേഫ് ആണോ? ഇതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. This channel does not promote or encourage any illegal activities. All contents provided by this channel is meant for educational purpose only. നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന നെറ്റ് എന്ന് പറയുന്നത് വെറും 10% മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള 90% ഡാർക്ക് വെബാണ്. നമ്മൾ ഉപയോഗിക്കുന്ന നെറ്റ് എന്ന് പറയുന്നത് സർഫേസ് വെബിന്റെ താഴെ ഡീപ്പ് വെബ് ഉണ്ട്. ഡീപ്പ് വെബിന്റെ താഴെയാണ് ഡാർക്ക് വെബ് എന്ന് പറയുന്നത്. സർഫേസ് വെബ് എന്ന് പറയുന്നത് നമ്മൾ നിത്യമായിട്ട് ഉപയോഗിക്കുന്നതാണ് സർഫേസ് വെബ്. അതായത് അതിൽ നമ്മൾ ഗൂഗിള്, പിന്നെ ആമസോൺ, ഫ്ലിപ്കാർട്ട്, നമ്മൾ എന്തൊക്കെ സെർച്ച് ചെയ്യുന്നോ അതൊക്കെ സർഫേസ് വെബിലാണ് പെടുക. ഈ ഡീപ്പ് വെബ് എന്ന് പറയുന്നത് ഒരു ബാക്കപ്പ് സ്പേസ് പോലെയാണ്. അതായത് ഇപ്പം നമ്മൾ എന്തിൻ്റെങ്കിലും ഒരു ബാക്കപ്പ്, ഈ ഗൂഗിൾ ഡ്രൈവിൻ്റെ ബാക്കപ്പ് ഉള്ളത് ഡീപ്പ് വെബിലാണ്. അതേപോലെ തന്നെ ഒരു ഹോസ്പിറ്റലിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഉള്ളത്, അതേപോലെ ഏതൊരു സംഭവത്തിൻ്റെ ഒരു ബാക്കപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഡീപ്പ് വെബിലാണ് ശേഖരിച്ച് വെക്കുക. ബാക്കപ്പ് സേവ് ചെയ്ത് വെക്കാൻ മാത്രമാണ് ഡീപ്പ് വെബ് ഉപയോഗിക്കുക. അതും അവിടെ ഇല്ലീഗലായിട്ടൊന്നും നടക്കുന്നില്ല, അതും ലീഗലായിട്ടുള്ളത് തന്നെയാണ്. ഇനി ഡാർക്ക് വെബിലേക്ക് പോകുമ്പോഴാണ് അവിടെയാണ് നമുക്ക് എല്ലാ ഇല്ലീഗലായിട്ടുള്ള പരിപാടികളും നടക്കുന്നത്. എന്താണ് ഈ ഡാർക്ക് വെബ്? ഇത് ആർക്കൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റും, നമുക്കൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഈ ഡാർക്ക് വെബ് പറയുമ്പോൾ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റാകില്ല, പക്ഷെ അതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പം നമ്മൾ ഗൂഗിളിലൂടെ കയറി കഴിഞ്ഞാൽ ഒരിക്കലും ഈ ഡാർക്ക് വെബ് ആക്സസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഈ ഗൂഗിളിലൂടെ അല്ലാതെ പിന്നെ എങ്ങനെ കയറിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ബ്രൗസർ ഉണ്ട്, ടോർ ബ്രൗസർ എന്നാണ് പേര്. അത് നമ്മുടെ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ ഗൂഗിളിൽ പോയാലും നമുക്ക് അതിൻ്റെ APK ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ അത് നമ്മുടെ മൊബൈലിൽ യൂസ് ചെയ്യുന്നത് അത്ര ഒരു സേഫ് ആയിട്ടുള്ള പരിപാടിയല്ല. അപ്പോൾ നമ്മൾ ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ സിസ്റ്റത്തിൽ വെച്ച് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ അത് യൂസ് ചെയ്യുമ്പോൾ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. നമ്മൾ വിൻഡോസിൽ ഇത് യൂസ് ചെയ്യാതിരിക്കുന്നത് കുറച്ചും കൂടെ നല്ലത്. അതിന് ലിനക്സ് അല്ലെങ്കിൽ മാക് അല്ലെങ്കിൽ iOS അങ്ങനെയുള്ള OSിലിട്ട് യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ സെക്യൂർ ആയിരിക്കും നമുക്ക്. അതിൽ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഫുൾ സ്ക്രീൻ യൂസ് ചെയ്യാൻ പാടില്ല. നമ്മുടെ സിസ്റ്റത്തിൻ്റെ സൈസ് മാത്രം മതി അവർക്ക് ഹാക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ഫുൾ സ്ക്രീൻ ഇത് യൂസ് ചെയ്യേണ്ട, ഒരു 3/4 സ്ക്രീൻ നമ്മൾ മിനിമൈസ് ചെയ്തിട്ട് ഇത് യൂസ് ചെയ്യാം. ഈ ടോർ ബ്രൗസറിലൂടെ നമുക്ക് ഡാർക്ക് വെബ് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഈ ടോർ ബ്രൗസറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത് ഡക്ക് ഗോ എന്ന് പറയുന്ന സെർച്ച് എഞ്ചിനാണ്. അത് മിനിറ്റിന് IP അഡ്രസ്സ് മാറ്റിക്കൊണ്ടേയിരിക്കും. ഇപ്പം നമ്മൾ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ IP അഡ്രസ്സ് വിദേശം അങ്ങനെയുള്ള ഇതായിരിക്കും കാണിക്കുന്നത്. ഇപ്പം നമ്മൾ ഇന്ത്യൻ എന്നായിരിക്കും യൂസ് ചെയ്യുന്നത്, പക്ഷെ അത് കാണിക്കുന്നത് വിദേശത്തെ IP അഡ്രസ്സ് ആയിരിക്കും. അപ്പോൾ നമ്മളെ ട്രേസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അവർക്ക്. അപ്പോൾ ഇതിലെല്ലാം ഇല്ലീഗലായിട്ടുള്ള പരിപാടി നടക്കുന്നുണ്ട് ഈ ഡാർക്ക് വെബ് എന്ന് പറയുന്നത്. അപ്പോൾ ഡാർക്ക് വെബിൽ എന്താണ് ഈ ചൈൽഡ് പോണോഗ്രാഫി, അതുപോലെ വെപ്പൺ വാങ്ങുക, വിൽക്കുക, അതുപോലെ തന്നെ ഇപ്പം നമുക്ക് കിട്ടാത്തതായിട്ട് ഡാർക്ക് വെബിൽ ഒന്നും തന്നെ ഇല്ല. അതേപോലെ ഒരാളുടെ ക്രെഡിറ്റ് കാർഡ് വേണമെങ്കിൽ അത് നമുക്ക് ഡാർക്ക് വെബിലൂടെ മേടിക്കാനായിട്ട് കഴിയും. നമ്മുടെ ഒരാളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് നമുക്ക് ഡാർക്ക് വെബിലൂടെ മേടിക്കാനായിട്ട് കഴിയും. അതുപോലെ തന്നെ നമുക്ക് കിട്ടാത്തതായിട്ട് അവിടെ ഒന്നുമില്ല. അവിടെ ഹിറ്റ്മാൻ വരെ ലഭിക്കും. ഇതിൻ്റെ പേയ്മെൻ്റ് ഒക്കെ നമ്മൾ എങ്ങനെയാണ് കൊടുക്കുകയെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ കറൻസിയോ അല്ലെങ്കിൽ ഡോളേഴ്സോ അങ്ങനെയുള്ള സംഭവമല്ല ഇല്ല നമ്മൾ പേയ്മെൻ്റ് ആയിട്ട് കൊടുക്കുന്നത്. ഇതിൽ നമ്മൾ കൊടുക്കുന്നത് ബിറ്റ്കോയിൻ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ഈ ബിറ്റ്കോയിൻ എന്ന് പറയുന്നത് നമ്മുടെ പൈസ കൊടുത്തിട്ട് മേടിക്കാൻ പറ്റുന്ന ഒരു കോയിൻ സംഭവമാണ്. ഈ ബിറ്റ്കോയിൻ ഉപയോഗിച്ചാണ് നമുക്ക് അതിൽ പർച്ചേസ് ചെയ്യാനായിട്ട് കഴിയുക. ഇതിൽ മെയിനായിട്ട് ടോർ ബ്രൗസറിൽ മെയിനായിട്ട് എല്ലാവരും സെർച്ച് ചെയ്യുന്നത് 2 വെബ്സൈറ്റാണ്. ഒന്ന് റെഡ് റൂമും മറ്റൊന്ന് സിൽക്ക് റോഡും പറയുന്നത്. സിൽക്ക് റോഡ് പറയുന്നത് അവിടെ ഡ്രഗ്സ് അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് സിൽക്ക് റോഡിൽ സംഭവിക്കുന്നത്. ഈ റെഡ് റൂം എന്ന് പറയുന്നത് ഈ ചൈൽഡ് പോണോഗ്രാഫി, അതുപോലെ തന്നെ ടോർച്ചറിങ് അങ്ങനത്തെ സംഭവങ്ങളാണ് റെഡ് റൂമിൽ നമ്മൾക്ക് ലഭിക്കുക. നമ്മൾ പൈസ കൊടുത്താൽ മാത്രം മതി. ഒരാളിനെ എങ്ങനെ ടോർച്ചർ എങ്ങനെ ചെയ്യണോ നമ്മൾ പറയുന്ന പോലെ അയാളിനെ ടോർച്ചർ ചെയ്ത് മർഡർ ചെയ്യും. അപ്പോൾ ഒരു സൈക്കോ ആ ഒരു ലെവലിൽ ഉള്ളവർ മാത്രമായിരിക്കും ഈ മാക്സിമം ഇത് യൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇത് മാക്സിമം ഉപയോഗിക്കുന്നത് എത്ര ചെറുപ്പക്കാരാണ് ഇത് ഉപയോഗിക്കുന്നതെന്നാണ് ഒരു സർവേയിൽ പറയുന്നത്. ആ ബാധിക്കപ്പെട്ട കുട്ടികളുടെ അമ്മയോ അച്ഛനോ ആണ് ഈ സംഭവങ്ങളൊക്കെ പുറത്ത് വിട്ടിട്ടുള്ളത്. അവർ മാക്സിമം ഒറ്റയ്ക്കായിരിക്കും, ഡ്രഗ് യൂസ് ചെയ്യുന്നു എന്നൊക്കെ തോന്നിയിട്ട് അവർ ചെക്ക് ചെയ്തപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം അവർക്ക് മനസ്സിലായത്.
അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഫോണോ കമ്പ്യൂട്ടറോ കുട്ടികൾക്കായി കൊടുക്കുമ്പോൾ മാക്സിമം അതിൽ എന്തൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ നോക്കിയിട്ട് കൊടുത്താൽ മതി. കാരണം ഇത് നമ്മൾ അതിൽ പോയി പെട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് പുറത്ത് വരുന്നത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് ആ ഫോണിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ അവർ എന്താ ചെയ്യുന്നത് നോക്കുന്നത് വളരെ നല്ല കാര്യമായിരുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി എന്തിനെക്കുറിച്ചെങ്കിലും ഞാൻ സംസാരിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളത് കമൻറ്റിൽ ലീവ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.